ഞാൻ ഫെബ്രുവരി 26-27 നമ്മളെ പനമ്പള്ളി നഗറി ഇൻസൈറ്റ് എന്ന് പറയുന്നൊരു ഇൻസൈറ്റ് എർമ ക്ലിനിക് എന്ന് പറയുന്നൊരു ക്ലിനിക്കിൽ പോയിട്ട് എനിക്ക് കുറച്ച് നെറ്റിയിൽ മുടി പോയിട്ടുണ്ടായിരുന്നു. ആ മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോയിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതാ. 28 എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. മാർച്ച് 1 രാത്രി സിവിയർ പെയിൻ വന്നു. അത് ഞാനൊരു ഇൻഫോം ചെയ്തിരുന്നു. അതിനുശേഷം തലയിൽ കുറച്ച് ഭാഗത്ത് ഡിസ്കളറേഷൻ വന്നു, പസ് പോലെ ഡിസ്ചാർജ് വന്നു. ഇതെല്ലാം നമ്മൾ ഇൻഫോം ചെയ്തു. അവര് ഹെഡ് വാഷ് പറഞ്ഞിരുന്നത് മാർച്ച് 7 മാർച്ച് 7 ആയപ്പോഴേക്കും തല ശരിക്ക് ഇൻഫെക്റ്റഡ് ആയി, ഡിസ്ചാർജ് വന്നു, നെറ്റിയിൽ വരെ കളർ ചേഞ്ച് വന്നു. സിവിയർ പെയിൻ കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റാത്ത കണ്ടീഷനായിരുന്നു. ലൂർദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടുത്തെ പ്ലാസ്റ്റിക് സർജനാണ് ഇപ്പോൾ കൺസൾട്ട് ചെയ്യണത്. ലൂർദ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് മാർച്ച് 13 മുതൽ ഏപ്രിൽ 2 വരെ ഞാൻ കണ്ടിന്യൂസ് 21 ദിവസം ഹോസ്പിറ്റലൈസ് ആയിരുന്നു. ഒരു 8ഓളം സർജറികൾ അന്ന് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ ഈ വെള്ളിയാഴ്ച ഉൾപ്പെടെ വീണ്ടും 5 സർജറി ചെയ്ത് 13 സർജറിയായി. തലയിൽ നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റിസ് എന്ന് പറയുന്നൊരു ഇൻഫെക്ഷനാണ് തലയിൽ വന്നത്. അതായത് നമ്മുടെ ഹ്യൂമൻ ഫ്ലഷ് തിന്നുന്ന ബാക്ടീരിയ ആയിരുന്നു. അപ്പോൾ തലയുടെ 2 ലെയർ ഓൾറെഡി ബാക്ടീരിയ തിന്ന് ഇപ്പം സ്കള്ളും അതിലത്തെ ബോണൊക്കെ എക്സ്പോസ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ കാലുമേന്ന് സ്കിന്നെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് 3 ഭാഗത്തുനിന്ന് സ്കിന്നെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്തു. എങ്കിലും ഫുള്ള് കവേർഡ് ആയിട്ടില്ല. ഇനി 3 ഭാഗത്തും കൂടെ ബോൺ എക്സ്പോസ് ആണ്. അപ്പോൾ അവിടത്തേക്ക് സ്കിൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഡിബ്രൈഡ്മെൻറ്റും അതിനുള്ള ട്രീറ്റ്മെൻറ്റുകളും പിന്നെ ഈ വാക്ക് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. അതായത് വാക്യൂം അസിസ്റ്റഡ് ക്ലോഷർ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഈ സർജിക്കൽ വൂണ്ടിൽ നിന്ന് വരുന്ന സെക്രീഷൻസ് ഇതിനകത്ത് വേസ്റ്റായിട്ട് സ്റ്റോർ ചെയ്യും വാക്യൂം ചെയ്തിട്ട്. അപ്പോൾ ഈ വാക്യൂം വെച്ചിട്ട് നമ്മൾ ഇവിടെയുള്ള ടിഷ്യൂസ് ഗ്രോ ആവാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് ഈ മെഷീനും കൂടെ നമ്മൾ വെച്ചിട്ട്, ഈ മെഷീൻ പൊക്കി പിടിച്ചുകൊണ്ടാണ് നമുക്ക് ട്രാവൽ ചെയ്യാനും ബാത്റൂമിൽ പോകാനെല്ലാം ഈ മെഷീൻ യൂസ് ചെയ്തിട്ടാണ്. എത്ര മുടി വെച്ച് പിടിപ്പിച്ചു ഇവര് 3500 മുടിയാണ് ഇവര് വെക്കുന്നു എന്ന് പറഞ്ഞ് അവർ ഓഫർ പ്രൈസിൽ 54,500 ആ മുടി അവർ വെച്ച് തന്നത്. അപ്പോൾ ഇത് വെച്ച് തന്ന ഡോക്ടർ എന്ന് പറയുന്ന ആള് ഹൈദരാബാദിയാണ്. ശരത് കുമാർ എന്നാണ് ഒരു പേര് പറഞ്ഞിട്ട്. ഞാൻ ഈ ആളെ ഫസ്റ്റ് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഓൺലൈൻ വഴിയാണ് ഇവരെ ജസ്റ്റ് ഒരു ഫേസ്ബുക്ക് ആഡ് കണ്ടപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അങ്ങനെ എൻക്വയറി വന്നിട്ടാണ് ഈ ഡോക്ടറെ അവരെ വാട്സപ്പ് വീഡിയോ കോൾ വഴി കണക്ട് ചെയ്ത് തന്നു. അപ്പോൾ ഈ വാട്സപ്പ് വീഡിയോ കോൾ വഴി കണക്ട് ചെയ്ത് എൻ്റെ തലേൻ്റെ ഡിഫറെൻറ്റ് ആംഗിൾ ആൾ നോക്കി. അപ്പോൾ ആൾ ഡിസൈഡ് ചെയ്ത് 3500 ഗ്രാഫ്റ്റിംഗ് വേണം. ഇയാളെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. ഇയാൾ യഥാർത്ഥത്തിൽ ഈ ഡോക്ടർ എന്ന് പറയുന്ന MBBS ഡിഗ്രിയൊക്കെ ഉള്ള ആളാണോ? അത് നമ്മൾ ഇയാളുടെ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചില്ല. കാരണം ഡോക്ടർ ശരത് കുമാറാണ് പേര്. ആള് ഹൈദരാബാദിയാണ്. ഹൈദരാബാദിൽ ലെനിൻ നഗറിലൊരു ക്ലിനിക്ക് ഉണ്ട്. പിന്നെ ഇവിടെയും അയാളുടെ സ്വന്തം